അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് നമുക്ക് ഏതെങ്കിലും ഒരു വീഡിയോ ഇട്ടപ്പോൾ കോപ്പി റൈറ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു ഇഷ്യൂ വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ചെയ്യേണ്ട ഫസ്റ്റ് കാര്യം ഞാൻ ചേട്ടൻ്റെ അടുത്തൊരു പാട്ടൊന്ന് പാടി നമുക്കൊന്ന് ഇട്ട് നോക്കാം എന്ന് പറഞ്ഞിട്ട് ഞങ്ങളൊരു ചേട്ടനൊരു സമയത്താണ് കണ്ടത്. അത് കോപ്പി റൈറ്റിന്റെ ഒരു ഇഷ്യൂ വന്ന് കിടപ്പുണ്ട്, ഒരു കോപ്പി റൈറ്റ് ക്ലെയിം വന്ന് കിടപ്പുണ്ടായിരുന്നു. നമ്മൾ ചാടിക്കേറി ഡിലീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല, കാരണം സ്ട്രൈക്ക് വന്നാൽ അതൊരു 90 ദിവസം വരെ സ്ട്രൈക്ക് ആയിട്ട് തന്നെ. ഹായ്, എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് പറയുന്നത് കോപ്പി റൈറ്റ് എന്ന് പറയുന്ന ഒരു സബ്ജക്റ്റിനെ കുറിച്ചാണ്. അതായത് ഒരുപാട് പേര് പുതുതായിട്ട് യൂട്യൂബ് ചാനൽ തുടങ്ങുന്ന ഒരുപാട് പേർക്ക് ഒരുപാട് സംശയങ്ങളും തെറ്റിദ്ധാരണയൊക്കെ ഉള്ള ഒരു സബ്ജക്റ്റാണ് കോപ്പി റൈറ്റ് എന്ന് പറയുന്നത്. നമ്മളൊരു വീഡിയോ ഇട്ടിട്ട് അതിന് എന്തെങ്കിലും ഒരു കോപ്പി റൈറ്റ് വന്നു കഴിഞ്ഞാൽ ആ വീഡിയോ ഡിലീറ്റ് ചെയ്യണം, അല്ലെങ്കിൽ ആ വീഡിയോയിൽ എന്ത് ചെയ്യുമ്പോഴാണ് കോപ്പി റൈറ്റിൻ്റെ ഒരു ഇഷ്യൂ പോകുന്നത് എന്നൊന്നും നമുക്ക് വലിയ പുതുതായിട്ട് ചാനൽ തുടങ്ങുന്ന ആർക്കും വലിയ പിടുത്തമൊന്നുമില്ലാത്തൊരു കാര്യമാണ്. അപ്പം നമ്മൾ ചെയ്യേണ്ടത് നമുക്ക് ഏതെങ്കിലും ഒരു വീഡിയോ ഇട്ടപ്പോൾ കോപ്പി റൈറ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു ഇഷ്യൂ വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ചെയ്യേണ്ട ഫസ്റ്റ് കാര്യം എന്ന് പറഞ്ഞാൽ ആദ്യമേ ചാടിക്കയറി ആ വീഡിയോ ഡിലീറ്റ് ചെയ്യാൻ പാടില്ല. നമ്മൾ ചെയ്യേണ്ടത് എന്താണ്, ആ വീഡിയോയ്ക്ക് ഒരു കോപ്പി റൈറ്റ് വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ YT സ്റ്റുഡിയോയിൽ കയറിയിട്ട് നമ്മൾ ആ കണ്ടന്റ് എടുത്ത് നോക്കുക. അത് പിന്നെ എന്തുകൊണ്ടാണ് ആ വീഡിയോയ്ക്ക് കോപ്പി റൈറ്റ് വന്നത് നോക്കുക. അതിനുശേഷം നമുക്ക് പരിഹരിക്കാൻ പറ്റുന്ന ഒരു ഇഷ്യൂ മാത്രമേ ഉള്ളെങ്കിൽ നമുക്ക് അവിടെ തന്നെ ആ YT സ്റ്റുഡിയോയിനകത്ത് തന്നെ കറക്റ്റ് ചെയ്യാൻ പറ്റുന്ന അത് നമുക്ക് എഡിറ്റ് ചെയ്യാനൊക്കെ പറ്റുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. അപ്പം നമുക്ക് അവിടെ എഡിറ്റ് ചെയ്തിട്ട് ഈ വീഡിയോ വീണ്ടും റീപോസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. നമുക്ക് മെയിനായിട്ട് ഒരു വീഡിയോയ്ക്ക് കോപ്പി റൈറ്റ് ഇഷ്യൂ വരുന്നതെന്ന് വെച്ചാൽ നമ്മൾ ആ വീഡിയോയിൽ എന്തെങ്കിലും ഒരു സോങ്ങോ അല്ലെങ്കിൽ ഒരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കോ ഒക്കെ നമ്മൾ ആഡ് ചെയ്ത് വീഡിയോ ഇടുന്ന സമയത്താണ് കോപ്പി റൈറ്റിൻ്റെ ഒരു ഇഷ്യൂ വരുന്നത്. നമ്മളെപ്പോഴും കോപ്പി റൈറ്റ് ഇല്ലാത്ത ഒരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കോ അല്ലെങ്കിൽ സോങ്ങോ സെലക്ട് ചെയ്തിട്ട് വേണം നമ്മളെപ്പോഴും വീഡിയോ പോസ്റ്റ് ചെയ്യുമ്പോൾ അതിലിടാനുള്ളത്. അപ്പം നമുക്ക് അറിയാൻ പറ്റത്തില്ല, ചിലപ്പോൾ നമ്മൾ ഇടുന്ന സോങ്ങിന് എന്തെങ്കിലും കോപ്പി റൈറ്റ് വരികയാണെങ്കിൽ എന്താണ് ചെയ്യേണ്ടതെന്ന്. ഇപ്പം ഉദാഹരണത്തിന് എൻ്റെ ചാനലിൽ ഇപ്പോൾ ഒരു കോപ്പി റൈറ്റ് ഇഷ്യൂ വന്നേക്കാണ്. അതായത് എനിക്ക് കോപ്പി റൈറ്റിനെ കുറിച്ച് വലിയൊരു വലിയ അറിവൊന്നുമില്ലായിരുന്നു. അപ്പം എൻ്റെ വിചാരം എന്ന് വെച്ചാൽ നമ്മൾ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കോ അല്ലെങ്കിൽ സോങ്ങോ എന്തെങ്കിലും നമ്മുടെ വീഡിയോയിൽ ബാക്ക്ഗ്രൗണ്ട് ആയിട്ട് ഇടുന്ന സമയത്ത് അതിന് മാത്രമേ കോപ്പി റൈറ്റ് വരൂ എന്നാണ് ഞാൻ വിചാരിച്ച് വെച്ചിരുന്നത്. അപ്പം എൻ്റെ ചേട്ടൻ അത്യാവശ്യം നന്നായിട്ട് പാട്ട് പാടും. അപ്പം ഞാൻ എന്ത് ചെയ്തു, ചേട്ടൻ്റെ അടുത്തൊരു പാട്ടൊന്ന് പാടി നമുക്കൊന്ന് ഇട്ട് നോക്കാം എന്ന് പറഞ്ഞിട്ട് ഞങ്ങളൊരു ചേട്ടനൊരു പാട്ട് പാടി ഇട്ടു. അത് ഏകദേശം ഒരു മിനിറ്റിൽ കൂടുതലുള്ള ഒരു വീഡിയോ ആണ്. നമ്മളത് ഷോർട്ടായിട്ട് തന്നെ അപ്ലോഡ് ചെയ്തു. അപ്പം അത് അപ്ലോഡ് ചെയ്ത് അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ആ പബ്ലിക് അതിലെ ഒരു ഇൻസ്ട്രക്ഷൻ നമ്മളൊന്ന് ചെക്ക് ചെയ്യുന്ന സമയത്താണ് കണ്ടത് അത് കോപ്പി റൈറ്റിൻ്റെ ഒരു ഇഷ്യൂ വന്ന് കിടപ്പുണ്ട്, ഒരു കോപ്പി റൈറ്റ് ക്ലെയിം വന്ന് കിടപ്പുണ്ടായിരുന്നു. അപ്പം നമ്മളത് കയറി നോക്കിയപ്പോൾ നമ്മൾ YT സ്റ്റുഡിയോയിൽ കയറിയിട്ട് ആ കണ്ടന്റ് എടുത്തിട്ട് കോപ്പി റൈറ്റിൻ്റെ ഇഷ്യൂ എന്താണെന്ന് നോക്കിയപ്പം അതിൽ അവർ പറഞ്ഞേക്കുന്നതെന്ന് വെച്ചാൽ ഈ ഒരു സോങ് 1 മിനിറ്റിൽ കൂടുതലായിട്ടാണ് നമ്മൾ അപ്ലോഡ് ചെയ്തേക്കുന്നത്. അപ്പം അത് 1 മിനിറ്റിൽ കൂടിയത് കൊണ്ടാണ് കോപ്പി റൈറ്റ് എന്ന് പറയുന്ന ഒരു ഇഷ്യൂ വന്നത്. അപ്പം നമ്മളത് അവിടെ തന്നെ അവരതിന് എഡിറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അതായത് നമ്മൾ ആ സോങ്ങിനെ നമ്മൾ കട്ട് ചെയ്തിട്ട് 1 മിനിറ്റിൽ താഴെ ഒരു 58-59 സെക്കൻഡിൽ താഴെ എഡിറ്റ് ചെയ്ത് നമുക്ക് വീണ്ടും ആ പോസ്റ്റ് അത് റീപോസ്റ്റ് ചെയ്ത് അല്ലെങ്കിൽ റിവീൽ ചെയ്യാനായിട്ട് പറ്റും. അപ്പം നമ്മൾ അങ്ങനെ ആ ഒരു സോങ്ങിന് പിന്നെ സെക്കൻഡ് 1 മിനിറ്റിൽ താഴെ ആക്കിയിട്ട് റീപോസ്റ്റ് ചെയ്തിട്ട് ഞങ്ങളത് ജസ്റ്റ് ഒന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ് അതിപ്പം അൺലിസ്റ്റ് ആക്കി ഇട്ടേക്കുവാണ് ആ ഒരു വീഡിയോ. ഇപ്പോഴാണ് മനസ്സിലായത് നമ്മളൊരു ഓൺ വോയിസിൽ പാടുന്ന ഒരു സോങ്ങിന് പോലും കോപ്പി റൈറ്റ് വരാൻ ചാൻസ് ഉണ്ട് എന്നുള്ളത്. അപ്പം ഇതിന് മുന്നേ ഞങ്ങൾക്കൊരു ചാനൽ ഉണ്ടായിരുന്നു. അപ്പം ആ ചാനലിൽ ഇതുപോലെ ചേട്ടൻ ഇങ്ങനെ ഓൺ വോയിസിലൊക്കെ പാട്ട് പാടിയിട്ട് കുറേ വീഡിയോസ് ഉണ്ടായിരുന്നു. അപ്പം അതൊക്കെ കൂടുതലും മലയാളം പാട്ടുകളാണ്. അപ്പം അതിനൊന്നും ഇത്തരത്തിലുള്ള ഒരു കോപ്പി റൈറ്റ് ഇഷ്യൂ ഒന്നും വന്നിട്ടില്ല. അത്യാവശ്യം നല്ല വ്യൂസൊക്കെ വന്നിട്ടുള്ള ആ സോങ് പാട്ടിട്ട വീഡിയോസൊക്കെ അത്യാവശ്യം നല്ല വ്യൂസ് വന്നിട്ടുള്ളതാണ്. അപ്പം എനിക്ക് മെയിനായിട്ട് തോന്നുന്നതെന്ന് വെച്ചാൽ നമ്മളിതിൽ പാടിയിരിക്കുന്നത് ഈ ഷോർട്ടിൽ കോപ്പി റൈറ്റ് വന്ന വീഡിയോയിൽ നമ്മൾ പാടിയ പാട്ട് എന്ന് പറയുന്നത് കണ്ണേ കലൈമാനെ എന്നുള്ളൊരു ഇളയരാജയുടെ ഒരു സോങ്ങാണ്. അപ്പം ഇളയരാജയുടെ സോങ്ങുകളെല്ലാം പുള്ളി കോപ്പി റൈറ്റ് ചെയ്ത് വെച്ചേക്കാണ്. അപ്പം അതുകൊണ്ടാണ് ഈ നമ്മളിട്ട ആ വീഡിയോയ്ക്ക് ഒരു കോപ്പി റൈറ്റിൻ്റെ ഒരു പ്രശ്നം വന്നത്. അപ്പം നമ്മൾ വീഡിയോ ചെയ്യുന്ന സമയത്ത് ഇപ്പം എല്ലാവരും ഒരു കുക്കിംഗ് ചാനൽ പല ചാനൽ തുടങ്ങുമ്പോഴും നമ്മളത് ചാനലിലെ വീഡിയോ അട്രാക്റ്റീവ് ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് അല്ലെങ്കിൽ സോങ് ഒക്കെ ആഡ് ചെയ്യാറുണ്ട്. അപ്പം അത് ഇത്തരത്തിൽ കോപ്പി റൈറ്റ് ഇല്ലാത്ത സോങ് തന്നെ നമ്മൾ ആഡ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം. റൈറ്റിൽ നമ്മൾ കോപ്പി റൈറ്റ് വന്നു കഴിഞ്ഞാൽ ആ വീഡിയോ നമുക്ക് ഡിലീറ്റ് ചെയ്യേണ്ട സാഹചര്യം വരുന്നതെന്ന് വെച്ചാൽ ഇപ്പം ലോങ് വീഡിയോ നമ്മൾ ഇടുന്നവരുണ്ട്. ലോങ് വീഡിയോ ഇടുന്ന സമയത്ത് നമ്മൾ അതിനകത്ത് ഈ മ്യൂസിക്കോ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കും സോങ്ങും ഒക്കെ ഇട്ടിട്ടുള്ള ലോങ് വീഡിയോ ആണ് ഇട്ടേക്കുന്നതെങ്കിൽ അതിന് കോപ്പി റൈറ്റിൻ്റെ ഒരു ഇഷ്യൂ വരുന്നു. അപ്പം നമുക്ക് ആ ഒരു സോങ് അല്ലെങ്കിൽ ആ ഒരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് റിമൂവ് ചെയ്യേണ്ടതായിട്ടുണ്ട്.
പക്ഷെ നമ്മൾ വീഡിയോ തുടങ്ങുന്നത് തൊട്ട് അവസാനം വരെ ആ ഒരു മ്യൂസിക് അല്ലെങ്കിൽ ഒരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കോ അല്ലെങ്കിൽ ഒരു സോങ്ങോ ഇട്ടിട്ടുണ്ട്. ആ സോങ് അല്ലെങ്കിൽ ആ ഒരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കാണ് ആ ഒരു വീഡിയോയുടെ ഹൈലൈറ്റ് എങ്കിൽ അത് നമുക്ക് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ആ വീഡിയോയ്ക്ക് വലിയ ഒരു ഹൈലൈറ്റ് കാണത്തില്ല. അപ്പം അങ്ങനെ ഒരു സാഹചര്യത്തിൽ ആ ഒരു വീഡിയോ ഡിലീറ്റ് ചെയ്യും. അപ്പം അത് ഡിലീറ്റ് ചെയ്യുന്നതിൽ പ്രശ്നമില്ല. അല്ലാതെ ചെറിയൊരു ഇഷ്യൂ ഒക്കെ ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ചാനലിൽ വന്ന പോലുള്ള ഇഷ്യൂ ഒക്കെയാണ് നിങ്ങൾക്ക് വരുന്നതെങ്കിൽ നിങ്ങളത് ചാടിക്കേറി ഡിലീറ്റ് ചെയ്യാനായിട്ട് നിൽക്കരുത്. അത് ഇപ്പം കോപ്പിറൈറ്റ് സ്ട്രൈക്കാണ് വരുന്നതെങ്കിൽ, കോപ്പിറൈറ്റ് സ്ട്രൈക്ക് എന്ന് വെച്ചാൽ നമ്മളിട്ട ഒരു വീഡിയോയ്ക്ക് കോപ്പിറൈറ്റ് സ്ട്രൈക്കാണ് വരുന്നതെങ്കിൽ, അതായത് കോപ്പിറൈറ്റ് ക്ലെയിം വന്ന് 1-2 ക്ലെയിം ആകുമ്പോഴാണ് പിന്നെ അത് കോപ്പിറൈറ്റ് സ്ട്രൈക്കിലോട്ട് പോകാറ്. അപ്പോൾ ഒരു കോപ്പിറൈറ്റ് സ്ട്രൈക്ക് വന്ന വീഡിയോ ആണെങ്കിൽ അതും നമ്മൾ ചാടിക്കേറി ഡിലീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം സ്ട്രൈക്ക് വന്നാൽ അതൊരു 90 ദിവസം വരെ സ്ട്രൈക്കായിട്ട് തന്നെ നിൽക്കും. കാരണം സ്ട്രൈക്ക് വന്ന ഒരു വീഡിയോ നമ്മൾ ഡിലീറ്റ് ചെയ്തിട്ടും കാര്യമില്ല. ആ ഒരു 90 ദിവസം വരെയും നമ്മളിടുന്ന ആ ഒരു വീഡിയോസിന് റീച്ചും കാണത്തില്ല, അതിൽ വ്യൂസും കാണത്തില്ല. അപ്പം നമ്മളത് ഡിലീറ്റ് ചെയ്താലും ചെയ്തില്ലെങ്കിലും ഒരു കാര്യമില്ല. പിന്നെ നമ്മൾ മോണിറ്റൈസ് ചെയ്ത ചാനലാണ് നമുക്കൊരു വീഡിയോ കോപ്പിറൈറ്റ് വന്നതെങ്കിൽ, ആ മോണിറ്റൈസ് ചെയ്ത ചാനലാണെങ്കിൽ ഏത് വീഡിയോയ്ക്കാണോ കോപ്പിറൈറ്റ് വന്നത്, ഇപ്പം നമ്മളൊരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് സോങ്ങോ അപ്ലോഡ് ചെയ്ത ഒരു വീഡിയോയ്ക്കാണ് കോപ്പിറൈറ്റ് വന്നതെങ്കിൽ, ഏത് സോങ്ങിൻ്റെ ആണോ കോപ്പിറൈറ്റ് വന്നത് ആ സോങ്ങിൻ്റെ കണ്ടന്റ് ക്രിയേറ്ററിന് ഈ നമ്മളിട്ട വീഡിയോയുടെ ഫുൾ മോണിറ്റൈസേഷൻ, ആ വീഡിയോയിൽ നിന്ന് എത്ര നമുക്ക് മോണിറ്റൈസ് ആയിട്ടുണ്ടോ അത്രയും എമൗണ്ട് ആ ക്രിയേറ്റർക്ക് പോകും, കോപ്പിറൈറ്റ് ഉള്ള ഹോൾഡർക്ക് പോകും. അല്ല, അതിൽ പറയുന്ന കണ്ടീഷൻ പകുതിയാണെങ്കിൽ പകുതി നമുക്ക് വീഡിയോസ് ഇട്ടാൽ നമുക്ക് കിട്ടും, പകുതി ആ കോപ്പിറൈറ്റിന്റെ ഹോൾഡർക്കും പോകും. അപ്പം ഇങ്ങനെ ചില കണ്ടീഷൻസുകളോട് കോപ്പിറൈറ്റിൽ